നമസ്കാരം. ആയൂർ ടു ഒയു ന്യൂസിലേക്ക് സ്വാഗതം. ജനകീയ റാലിയും പൊതുസമ്മേളനവും നടത്തി അമ്പലംകുന്ന് പെരപ്പയം റോഡ് സംരക്ഷണ സമിതി. കൊല്ലം ജില്ലയിലെ ചടയമംഗലം മണ്ഡലത്തിലെ ഇളമാട്, വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന അമ്പലംകുന്ന് പെരപ്പയം റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൻ ബഹുജന റാലി നടത്തി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമ്പലംകുന്ന് പെരപ്പയം റോഡ് സംരക്ഷണ സമിതി എന്ന പേരിൽ രൂപം കൊണ്ട സംരക്ഷണ സമിതിയാണ് ഈ ജനകീയ റാലിക്ക് നേതൃത്വം നൽകിയത്. ഏകദേശം 15 വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതെ കിടക്കുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ ആയൂർ ടു ഒയൂർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമ്പലംകുന്ന് മുതൽ പെരപ്പയം വരെയുള്ള 8ഓളം വരുന്ന സ്കൂളുകൾക്ക് സ്കൂൾ തുറന്നാൽ സ്കൂൾ ബസ്സുകൾ ഈ പ്രദേശങ്ങളിലേക്ക് വിടാൻ പോലും ബുദ്ധിമുട്ടായ അവസ്ഥയാണ്. ഭരണസിരാ കേന്ദ്രത്തിലുള്ള മന്ത്രിമാർക്കും MLA മാർക്കും സ്ഥലം MLAയും മന്ത്രിയും കൂടിയായ ശ്രീമതി ചിഞ്ചു റാണി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും കാര്യമായ രീതിയിലുള്ള ഒരു പുരോഗതിയും ഈ റോഡിന് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് എത്രയും വേഗം ഈ റോഡിന്റെ പണികൾ പൂർത്തിയാക്കി യാത്രായോഗ്യമാക്കണം എന്നു തന്നെയാണ്. അതിശക്തമായ സമരമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഗവൺമെൻറ് അതിൽ ശക്തമായ നടപടികൾ എളുപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്പം പോലും നടക്കാൻ കഴിയാത്ത വൃദ്ധരായ ആളുകൾ പോലും ഞങ്ങളുടെ റോഡ് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ സ്വന്തം ചെലവിൽ വാഹനം വിളിച്ച് ഈ ഒരു റാലിയിൽ പങ്കെടുത്ത കാഴ്ചയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അത്രയേറെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ നാട്ടിലുള്ള ഓരോ മനുഷ്യരും ജീവിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 28.5 കോടി രൂപ അമ്പലംകുന്ന് മുതൽ പെരപ്പയം വരെയുള്ള റോഡിന്റെ പണികൾക്കായി 2024 ഗവൺമെന്റ് വകയിരുത്തിയിട്ടുള്ളതായിരുന്നു. 2024 ഫെബ്രുവരി മാസം അമ്പലംകുന്ന് ജംഗ്ഷനിൽ വെച്ച് ഈ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തിയിരുന്നു. നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഈ ടെൻഡർ നടപടികൾ മരവിച്ചതായിട്ടാണ് ഈ നാട്ടുകാർക്ക് അറിയാൻ കഴിഞ്ഞത്. ശേഷം വീണ്ടും വെച്ച ടെൻഡർ 8.25 കോടി രൂപയ്ക്ക് വെക്കുകയും ആ ടെൻഡർ നടപടികളും ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഈ റോഡുമായി ബന്ധപ്പെട്ട് PWD ഓഫീസ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളിൽ വിവരാവകാശം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ഫെബ്രുവരി മാസം 29-ാം തീയതി നടത്തിയ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യതയും വ്യക്തതയും വന്നിട്ടുള്ളതാണ്. 2024 ഫെബ്രുവരി മാസം ഇവിടെ അമ്പലംകുന്നിൽ ഉദ്ഘാടനം ചെയ്ത ഈ റോഡ് വാട്ടർ അതോറിറ്റിയുമായുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് ആ റോഡ് പണികൾ നടക്കാതെ പോയത് എന്നാണ് വിവരാവകാശ രേഖകൾ സൂചിപ്പിച്ചിട്ടുള്ളത്. 28 കോടി രൂപ അനുവദിച്ച റോഡിന് 20 കോടി രൂപ കുറച്ച് വീണ്ടും 8 കോടിയിൽ അനുവദിച്ചപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത് ഈ 20 കോടി എവിടെ പോയി എന്നാണ്. ഇപ്പോൾ 28 കോടിയും 8 കോടിയും ഇല്ലാത്ത അവസ്ഥയാണെന്നും ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നു. വളരെ മനോഹരമായ കൊല്ലം ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന വാട്ടർഫാളായ വട്ടത്തിൽ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് അമ്പലംകുന്ന് പെരപ്പയം റോഡിന്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലത്താണ്. ഈ സ്ഥലത്തേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇവിടെ എത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ വിനോദസഞ്ചാരികൾ വരാത്ത അവസ്ഥയും നിലവിലുണ്ട്. ഈ നാട്ടിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നാട്ടിലുള്ള സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഈ റാലിയിൽ പങ്കെടുത്തു. അമ്പലംകുന്ന് പെരപ്പയം റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആഹ്വാനം ചെയ്ത റാലിയും പൊതുസമ്മേളനവും കൃത്യം 4:30 പെരപ്പയത്ത് നിന്ന് ആരംഭിക്കുകയും കാൽനടയായി പോയ റാലി ആക്കൽ ജംഗ്ഷനിൽ അവസാനിക്കുകയും ചെയ്തു. ആക്കൽ ജംഗ്ഷനിൽ അവസാനിപ്പിച്ച കാൽനട റാലി പിന്നീട് വാഹന റാലിയായി മാറുകയും ഈ വാഹന റാലി ആക്കൽ നിന്നും അമ്പലംകുന്നിൽ പോയി തിരിച്ചു വന്ന് റോഡ് വിളയിൽ സമാപിക്കുകയുമായിരുന്നു. തുടർന്ന് റോഡ് വിളയിൽ നടന്ന പൊതുയോഗം കവിയും സാഹിത്യകാരനുമായ ശ്രീ ഇഞ്ചക്കാട് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അമ്പലംകുന്ന് പെരപ്പയം റോഡ് സംരക്ഷണ സമിതി പ്രസിഡന്റ് ശ്രീ മുജീബ് ആക്കൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ
സമരസമിതിയുടെ സെക്രട്ടറി ശ്രീ പെരപ്പയം സുഭാഷ് സ്വാഗതം ആശംസിക്കുകയും സമരസമിതിയുടെ ട്രഷറർ ശ്രീ അബ്ദുൽ ഹക്കീം ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതുപോലുള്ള ജനകീയ സമരങ്ങൾ കൊണ്ട് മാത്രമേ ഇതുപോലെ കണ്ണടച്ച് കിടക്കുന്ന അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ കഴിയൂ എന്നാണ് ആയൂർ ടു ഓയൂർ ന്യൂസിനും പറയാനുള്ളത്. ഈ സമരപരിപാടികൾ കൊണ്ട് അധികാരികളുടെ കണ്ണ് തുറന്നില്ല എങ്കിൽ പുതിയ തരത്തിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് പെരപ്പയം അമ്പലംകുന്ന് റോഡ് സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു. അമ്പലംകുന്ന് മുതൽ പെരപ്പയം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ റോഡിലേക്കിറങ്ങിയ കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും നിസ്സഹായാവസ്ഥ തിരിച്ചറിയാൻ ഇവിടുത്തെ ഭരണാധിപന്മാർ തയ്യാറാകണമെന്നാണ് ആയൂർ ടു ഓയൂർ ന്യൂസിന് പറയാനുള്ളത്. പെരപ്പയം ആക്കൽ ജംഗ്ഷനുകളിൽ നിന്നും ആയൂർ ടു ഓയൂർ ന്യൂസിന് വേണ്ടി മുജീബ് ആക്കൽ.